മ്യൂസിക് ഉപകരണങ്ങൾ, അത് കേൾക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ജായിസാണ് എന്ന് പറയുന്ന ആളുകൾ എന്റെ ഉമ്മത്തിൽ അന്ത്യനാളിന്റെ മുമ്പ് വരുന്ന വിപത്തുകളാണെന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. നമുക്ക് ഇഷ്ടപ്പെടില്ല എന്നൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ പറയുന്നത് ദീനാണ്. മാപ്പിളപ്പാട്ടാണെങ്കിലും സ്വലാത്ത് പാട്ടാണെങ്കിലും അതിൽ മ്യൂസിക് വെച്ചൂടാ, ദഫ് വെക്കാം, മ്യൂസിക് പറ്റൂല എന്നാ. അപ്പൊ നല്ല പാട്ടല്ലേ, നല്ല മാപ്പിളപ്പാട്ടല്ലേ, എനിക്കത് വലിയ ഇഷ്ടമാണ്, ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമായിക്കോട്ടെ, എനിക്കും ഇഷ്ടമായിരിക്കാം. പക്ഷെ അള്ളാഹ് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷയം ഇവിടെ തീരണ്ടേ? പിന്നെ ബാക്കി പാട്ടിന്റെ കാര്യം എന്താ പറയാനുള്ളത്? ഇത് ഹലാലാണെന്ന് പറയുന്ന ആളുകൾ വരും. ഹറാമെന്ന് പറയുമ്പോ അത് മുമ്പ് വ്യത്യസ്ത അഭിപ്രായം, അങ്ങനെ പണ്ടും മുമ്പും അങ്ങനെയൊക്കെ പറയും. പിന്നെ അതുണ്ടാവുക ആ പറഞ്ഞത് ബാത്തിലാക്കും. അത് ദീനാണ്. എന്റെ ഇഷ്ടമല്ല ഞാൻ പറയണത്, പുണ്യ നബി പഠിപ്പിച്ചെന്നത് മാത്രമേ ഞാൻ പറയുന്നത്. നമ്മളൊക്കെ മനുഷ്യന്മാർക്കൊക്കെ ഇഷ്ടക്കാരം. ചെറിയ കുട്ടിക്ക് പാട്ട് വെച്ചെടുത്തെങ്കിൽ 2 വയസ്സുള്ള കുട്ടി നിന്ന് ഡാൻസ് ചെയ്യും, ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. മ്യൂസിക് പ്ലേ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഒരു റിതം നമ്മുടെ മൈൻഡിൽ വരും. കുട്ടികൾ ചെറിയ മക്കളെ കണ്ട് നല്ല ഡാൻസ് ചെയ്യുന്ന ചെറിയ കുട്ടികളൊക്കെ, പിന്നെ അതൊന്നും അറിയില്ലല്ലോ, ചെറിയ മക്കളല്ലേ. പക്ഷേ നമ്മൾ വലിയൊരു മുതിർന്ന ആളുകൾ അങ്ങനെയല്ല.